അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. എല്ലാവരെയും സ്നേഹക്കൂട്ടിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ റിട്ടയർമെൻറ്റ് ലൈഫുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു പരിപൂർണമായിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു റിട്ടയർ ചെയ്യുന്ന ആളുകൾ അവരുമായി ബന്ധപ്പെട്ട അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ എന്താ പറയുക കൂടെയുള്ളവരുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂകൾ നമ്മുടെ നാടുകളിൽ നമ്മളൊക്കെ കാണുന്നു, കേൾക്കുന്നു, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ, വ്യത്യസ്തമായ ആംഗിളിലുള്ള പ്രശ്നങ്ങളുണ്ട്. അവയ്ക്കുള്ള പരിഹാരങ്ങളാണ് ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ എപ്പിസോഡിൽ പറയാത്ത ഒരുപാട് ഇഷ്യൂകൾ, അതിൻ്റെ പരിഹാരങ്ങൾ. അതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നും നമ്മോടൊപ്പം ഈ ഒരു ചർച്ചയിൽ പങ്കുചേരുന്ന ബഹുമാനനായ സയ്യിദ് സാറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും. റിട്ടയർമെൻറ്റ് ലൈഫുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു അനുഭവം വെച്ചിട്ട് തുടങ്ങിയതാണ് നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പക്ഷെ അന്ന് പറയാത്ത മറ്റു ചില മേഖലയിലെ പ്രശ്നങ്ങൾ വേറെ പല ആളുകളും നമ്മളോടൊക്കെ സൂചിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ കൂടി നിങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട എന്നുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് ലൈഫിൽ വരുന്ന വേറെയും ഒരുപാട് അന്ന് സാമ്പത്തികമായ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിന് കുറവ് വരുന്നു, എന്നാൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു വലിയൊരു എമൗണ്ട്, ആ എമൗണ്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് അതും പാഴാകുന്ന സാഹചര്യങ്ങൾ, അതില്ലാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ നൽകി. അതോടൊപ്പം തന്നെ ഇവർക്കൊക്കെ ഇടപെടാൻ പറ്റുന്ന മേഖലകളുണ്ട്, വ്യത്യസ്തമായ മേഖലകളുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഒരു മേഖല തന്നെ നിങ്ങൾ ആ ഒരു എപ്പിസോഡിൽ, കഴിഞ്ഞൊരു എപ്പിസോഡിൽ പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ ഈ കാര്യങ്ങളൊക്കെ സഹായിക്കും. ഇനി സാധാരണ റിട്ടയർ ചെയ്യുന്നത് വരെ ഓടിച്ചാടി നടന്നിരുന്ന പല ആളുകളും ആ ഓട്ടമൊക്കെ പതിയെ നിർത്തി ഒതുങ്ങിക്കൂടുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്. അതിനുള്ള പരിഹാരം എന്താ? അവിടെ എന്താന്ന് വെച്ചാൽ ജനങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം ലോസ് ഓഫ് ഐഡൻറ്റിറ്റി. എൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു എന്ന് ഉള്ള ഒരു തോന്നൽ ചിലപ്പോൾ സംഭവിക്കുക. ഇപ്പോൾ ഒരു ഹയർ ലെവലിൽ നിന്ന ഒരു പോലീസ് ഓഫീസറായി നിന്ന ഒരു വ്യക്തി റിട്ടയർ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വ്യക്തി റിട്ടയർ ചെയ്യുന്ന ഘട്ടത്തിൽ അതുവരെ അയാൾ ആസ്വദിച്ച കുറേ കാര്യങ്ങളുണ്ട്. അധികാരം, പവർ എന്നുള്ളത് ഒരു വലിയ കാര്യമാണല്ലോ. ഒരു പൊസിഷനിൽ നിന്ന ഒരു വ്യക്തി പെട്ടെന്ന് ആ പൊസിഷനിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അത് അയാൾക്കുണ്ടാക്കുന്ന ഒരു ലോൺലിനെസ് ഉണ്ട്, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട്. ഇത്തരം ക്രൈസിസ് അയാൾക്ക് ആങ്സൈറ്റി ഉണ്ടാക്കും, ഡിപ്രഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ അയാളുടെ മാനസിക നിലയിൽ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഇവിടെ നമ്മൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു, നമ്മളുടെ റിട്ടയർമെൻറ്റ് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് അല്ലേ. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലിവ് ഇൻ ടൈറ്റ് ഷെഡ്യൂൾഡ് കമ്പാർട്ട്മെൻറ്റ്സ് എന്നുള്ളതാണ്. നമ്മളെപ്പോൾ ഒരു ടൈറ്റ് ഷെഡ്യൂൾഡ് ആയിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻസ് കുറയും അല്ലെ. വെറുതെ നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നം കുറേ വരിക അല്ലേ. നമ്മളൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ വെറുതെ നമുക്ക് സമയം കിട്ടില്ല, ഓടുകയാണ് നമ്മൾ. അപ്പോൾ ഈ എൻഗേജ്ഡ് ആകുമ്പോൾ നമ്മുടെ സമയത്തെ കൃത്യമായി നമ്മൾ ഭാഗിച്ച് ക്രിയേറ്റീവായ സൃഷ്ടിപരമായ കാര്യങ്ങൾക്ക് നീക്കി വെക്കുമ്പോൾ നമുക്ക് സമയം മതിയാവുന്നില്ല. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാവുകയും ഷെഡ്യൂൾഡായിട്ട്, ഒരു ടൈറ്റ് ഷെഡ്യൂൾഡായിട്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ഒരു വലിയ എനർജി നമുക്ക് കിട്ടും. രണ്ടാമത്തത്, നമ്മുടെ ജീവിതത്തെ സംവിധാനിച്ചത് അള്ളയാണല്ലോ അല്ലേ. ഇവിടെ ജീവിതം സംവിധാനിച്ച അള്ളാഹു ഐഹിക ജീവിതത്തെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? അത് കളിയാണ്, വിനോദമാണ്, പരസ്പരം പൊങ്ങച്ചം പ്രകടിപ്പിക്കലാണ്, ഇതൊക്കെ പറയുന്നുണ്ട് അല്ലേ. മറ്റൊരു ഉപമയിൽ കാണാം, ഒരാൾ ഒരു ചെടി, ഒരു കൃഷി ചെയ്തു, ആ കൃഷി പന്തലിച്ചു വളർന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഉണങ്ങി ഇല്ലാതെ. ഇതാണ് ലൈഫിനെ കുറിച്ച് പറഞ്ഞത്. അത് വളരെ ലളിതമായ ഉദാഹരണത്തിൽ കൂടി ഖുർആൻ എന്തിനായിരിക്കും പറഞ്ഞു തന്നത്? നമ്മുടെ ലൈഫിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥ നമ്മുടെ ലൈഫിലുണ്ട് എന്ന് ചുറ്റുപാടും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ. പ്രായം ചെന്ന് പ്രായാധിക്യത്തോടെത്തുന്ന ഒരാൾ പിന്നെ മരണപ്പെടുകയാണ് അല്ലേ. അപ്പോൾ പ്രായാധിക്യത്തിലെത്തുന്ന സമയത്ത് അത് ചെയ്യാമായിരുന്നു, ഇത് ചെയ്യാമായിരുന്നു എന്ന് ഖേദിക്കുന്നതിന് ബദൽ ആ അവസ്ഥ എനിക്കും വരും എന്ന് മുൻകൂട്ടി കണ്ട് ബുദ്ധിപൂർവ്വം, വിവേകപൂർവ്വം നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഏറ്റവും വലിയ ആസ്വാദനം നമുക്ക് എന്താണ്?
വളരെ ക്രിയേറ്റീവായിട്ടും ഡൈനാമിക്കായിട്ടും നമ്മൾ ജീവിതത്തിൽ നീങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ്സ് അല്ലേ നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുമല്ലോ അല്ലേ. നമ്മളൊരു നല്ല സംരംഭം നല്ല ഒരവസ്ഥയിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏജ് കൂടിയാണത്. അപ്പോൾ ഏത് കാര്യവും നമ്മൾ ദീർഘവീക്ഷണത്തോടു കൂടി നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇന്ന് ആളുകൾ നേരിടുന്ന ഈ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രതിസന്ധി ഹെൽത്ത് ഇഷ്യൂസാണ്, ആരോഗ്യ പ്രശ്നങ്ങളാണ് അല്ലേ. എനിക്ക് മാരകമായ രോഗങ്ങൾ വരുമോ? കാരണം ചുറ്റുപാട് ആളുകൾക്ക് പക്ഷാഘാതം ഉണ്ടാകുന്നു, പാരാലിസിസ് സംഭവിക്കുന്നു, കിഡ്നി വീക്കാവുന്നു, ഹൃദയാഘാതം ഉണ്ടാവുന്നു, പല രൂപത്തിലുള്ള രോഗങ്ങൾ, ക്യാൻസർ അല്ലേ, മാരകമായ രോഗങ്ങൾ പിടിപെടുകയാണ്. അപ്പോൾ ഇയാളിങ്ങനെ ചിന്തിക്കുകയാണ് എനിക്കിപ്പോൾ ഏത് രോഗമാണ് വരാൻ പോകുന്നത്. ഇത് ചിന്തിക്കുകയല്ലല്ലോ വേണ്ടത്. ഈ വേണ്ടാത്ത ചിന്ത നമ്മൾ അവസാനിപ്പിക്കണം. പിന്നെ അൺവാണ്ടഡായ മെഡിസിൻസിനെ ഡിപ്പെൻഡ് ചെയ്യുക, ഇതും നമ്മളുടെ ആളുകൾ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. ഒരു രോഗമല്ലെങ്കിലും അനിവാര്യ ഘട്ടത്തിൽ മരുന്ന് വേണം, എന്നാൽ അനാവശ്യമായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മരുന്നിനോട് നോ പറയാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് അല്ലേ. പ്രഷർ, ഷുഗർ അല്ലേ, ഉറക്കമില്ലായ്മ നമ്മൾ തന്നെ കുറേ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മോളെ കല്യാണം കഴിക്കാനുണ്ട്, ആ കല്യാണം കഴിക്കാനുള്ള മോളുടെ വിവാഹം ആ സമയമാകുമ്പോൾ അള്ളാഹു നടത്തിത്തരും എന്നുള്ള ഖലാ ഖദറിലുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ എന്താ ടെൻഷനുള്ളത്. ഇപ്പം ഇന്ന് ഞാൻ രാവിലെ എൻ്റെ ഒരു കുടുംബത്തിലുള്ള അദ്ദേഹം ക്യാൻസർ പേഷ്യൻ്റാണ്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി ഗൾഫിൽ കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പ് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. വിവാഹിതനാണ്, നിക്കാഹ് കഴിഞ്ഞ് കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട്, എന്നാലും കുറഞ്ഞ ദിവസമേ ജീവിച്ചുള്ള ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹം തന്നെ പറയാണ്, ഞാൻ പലർക്കും ഉപദേശങ്ങളും ക്ഷമ അവലംബിക്കേണ്ടതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്ന ആളാണ്, പക്ഷേ സ്വന്തം ലൈഫിൽ അത് വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പ്രയാസമുണ്ട്. ഇത് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സത്യത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹദീദ് 22-ാമത്തെ ആയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതെന്തിനായിരിക്കും ഖുർആൻ നേരത്തെ നമ്മളോട് പറഞ്ഞു തന്നത്? ഈ ഒരവസ്ഥ മുൻകൂട്ടി പറയാനുള്ള കാരണം നമ്മൾ ഖലാ ഖദറിൽ ശരിയായി വിശ്വസിച്ച് കഴിഞ്ഞാൽ വിശ്വാസിയുടെ ജീവിതത്തിൽ പിന്നെ ടെൻഷൻ ഒരു പ്രസക്തിയില്ല. ആ ഒരു തലത്തിൽ വിശ്വാസികൾ മാറുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം അല്ലേ. പിന്നെ കുറേ നേരത്തെ പറഞ്ഞതുപോലെ ബേജാറാക്കുന്ന കുറേ ആളുകളുണ്ട് അല്ലേ. മറ്റൊരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അപ്പുറത്തും ഇങ്ങനെയാണ് വന്നത്, ഇപ്പുറത്തും ഇങ്ങനെയാണ് വന്നത്, ഇതൊന്നും ഇയാളോട് പറയേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് അള്ളാഹു സുഖമാക്കി തരും, അൽഹംദുലില്ലാ. ആ രൂപത്തിലൊരു പോസിറ്റീവ് സ്ട്രോക്കാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് എനിക്ക് തോന്നുന്നു. റിട്ടയർമെൻ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒഴിവ് സമയമാണ് അല്ലേ. അവിടെ നമുക്ക് വിശുദ്ധ ഖുർആൻ തന്നെ നല്ലൊരു പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫൈദ ഫറഗത ഫൻസോബ് എന്നാണ്. നീ ഒരു കാര്യത്തിൽ നിന്നും പിരിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു പരിപാടിയിലേക്ക് നീ അതിനെ ചേർത്ത് വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നെഗറ്റീവ് ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന ആളുകളാവട്ടെ അല്ലാത്തവരാവട്ടെ നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആവാൻ വേണ്ടി പരിശ്രമിക്കണമെന്നാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിരന്തരമായി പരിശ്രമിക്കാനുള്ളൊരു പരിശ്രമം, ഒന്നുകിൽ വായനകളാവാം, ഖുർആൻ പാരായണങ്ങളാവാം, ഖുർആൻ പഠനങ്ങളാവാം, അതുപോലെ ദീനീ ദാവാ പ്രവർത്തനങ്ങളാവാം, അതുപോലെ കുടുംബത്തിലെ നല്ല സന്ദർശനങ്ങളാവാം, അതുപോലെ നമ്മുടെ വീടിന് പരിസരത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. വീടുകളില്ലാത്തവർ വളരെ അപൂർവമാണല്ലോ. ഇനി അല്ലെങ്കിൽ ഒരു എന്താ പറയുക റെൻറ്റിലാണെങ്കിൽ പോലും അതിൻ്റെ പരിസരത്തുണ്ട്, അവിടെ എന്തെങ്കിലും ചെറിയ ഗാർഡനിങ് നമുക്കാവാം. ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് പറയുമ്പോഴും ഇത് തന്നെയാണ്. പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുമ്പോൾ നമുക്ക് പല രോഗങ്ങളും പല അസുഖങ്ങളും ഉണ്ടോ എന്നുള്ളൊരു തോന്നൽ നമ്മിലേക്ക് വരികയും വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞാൽ അവനുള്ള സിംറ്റംസ് ഒക്കെ എനിക്കുണ്ടല്ലോ, എനിക്കും ഇത് തന്നെയാണല്ലോ എന്നുള്ളൊരു ആധിയാണ് നമ്മുടെ മനസ്സുണ്ടാവുക. അപ്പം അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമയം നമ്മുടെ ലൈഫിൽ ഇല്ലാതിരിക്കുക. അതിനു വേണ്ടിയാണ് റിട്ടയർ ചെയ്യുന്ന ആളുകളാവട്ടെ അല്ലാത്തവരാവട്ടെ ശ്രദ്ധിക്കേണ്ടതെന്നാണ്. അതുപോലെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് അമിതമായ ആധിയും വ്യതയൊന്നും ആവശ്യമില്ലെന്ന്. അള്ളാഹു നമുക്കൊരു ഒരവധി നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ വരെ സധൈര്യം ധീരമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. രോഗങ്ങൾ വരുമ്പോൾ ചികിത്സിക്കുക തന്നെ വേണം, അതിന് മെഡിസിൻ എടുക്കുക വേണം. എന്നാൽ ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടാക്കുന്ന ചിന്തകളെ നമ്മൾ ഒഴിവാക്കിയേ മതിയാവും എന്ന് കൂടി ഇവിടെ പറയണം. സാർ, അപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന റിട്ടയർമെൻറ്റിലുള്ള ആളുകൾ അതല്ലെങ്കിൽ ആ ഏജിലുള്ള ആളുകളാണെന്നുള്ളതാണ്.
പക്ഷെ അവിടെയും വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഇത്രയും കാലം ജോലി ചെയ്തതിനേക്കാൾ ഊർജ്ജസ്വലമായിട്ട് ജോലി ചെയ്യുന്ന പല ആൾക്കാരെയൊക്കെ കാണാൻ നമുക്ക് പറ്റും. പല മേഖലയിൽ ഇപ്പോൾ ആരോഗ്യ കൂട്ടായ്മകളൊക്കെ നമ്മുടെ നാടുകൾ സജീവമാകുന്നതാണ്. അതിലൊക്കെ പലപ്പോഴും ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ താല്പര്യപൂർവ്വം ഏജ്ഡായ ആളുകളൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് പോസിറ്റീവായ ഒരുപാട് മേഖലകളിൽ ഇടപഴകാനുള്ള സാഹചര്യം ഇന്ന് നമ്മുടെ നാടുകളിലുണ്ട്. റിട്ടയർ ചെയ്യുന്ന ആളുകൾ ആ മേഖലയിലൊക്കെ ഉണ്ടായിത്തീരണം എന്നുള്ളതാണ്. ഇവിടെ സ്ത്രീകളുടെ വിഷയം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതായത് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ റിട്ടയർ ആവുമ്പോൾ, ഇപ്പോൾ സ്ത്രീകൾ ജോലിക്കാരുണ്ടല്ലോ, അവർ റിട്ടയർ ആവുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മെനോപോസ് സ്റ്റേജിലായിരിക്കും അവരുണ്ടാവുക. ഈ മെനോപോസ് സ്റ്റേജ് ഉണ്ടാക്കുന്ന കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അല്ലേ? ഒരു ഭാഗത്ത് അവരുടെ ആർത്തവ വിരാമം സംഭവിക്കുമ്പോൾ അതവരുടെ മാനസിക നിലയിലും മാനസിക ആരോഗ്യത്തിലും ഒരുപാട് ഫ്ലക്ച്വേഷൻസ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് ഭർത്താവിൽ നിന്ന് അകൽച്ച ഉണ്ടാവുക, ഭർത്താവ് തന്നെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റ് അംഗങ്ങളിൽ നിന്ന് തന്നോട് മോശപ്പെട്ട പെരുമാറ്റങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെ ഇവർക്ക് സഹിക്കാൻ വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ ഈ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ മെനോപോസ് ഇഷ്യൂസ് എന്നുള്ളത്. അപ്പോൾ ആ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പുരുഷന്മാർ കൂടി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എന്താ അവർ മനസ്സിലാക്കേണ്ടത്? ഈ സ്ത്രീകൾക്ക് പ്രത്യേകമായൊരു പരിഗണനയും ശ്രദ്ധയും തലോടലും നൽകേണ്ട പ്രായം കൂടിയാണത്. കാരണം അവർ 4-5 കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ടാവും, അവരെ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ അവരുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നത് ഈ ഉമ്മയാണ്. സ്വാഭാവികമായിട്ട് അവരുടെ ടെൻഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഹെൽത്ത് ഇഷ്യൂസ് അനുഭവിക്കുന്ന കുടുംബനാഥയെ പരിഗണിക്കേണ്ട ഉത്തരവാദിത്തം മക്കൾക്കുമുണ്ട്. മക്കൾ മനസ്സിലാക്കേണ്ടത് ഉമ്മക്ക് ലെവൽ തെറ്റി എന്നുള്ളതല്ല, ഉമ്മ ഒരു സ്റ്റേജിൽ കൂടി കടന്നു പോവുകയാണ്. കാരണം 5 മക്കളെ പ്രസവിച്ചു എന്നുള്ളതും അവരെ പോറ്റി വളർത്തി എന്നുള്ളതും അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകി എന്നുള്ളതും അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ വിഷയത്തിലും ഇടപെട്ടു എന്നുള്ളതും ആ ഉമ്മക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ റെക്കഗ്നിഷനാണ്, സർട്ടിഫിക്കറ്റാണ്. പലപ്പോഴും നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരാൾക്ക് അപ്രീസിയേഷൻ കൊടുക്കുന്നതിൽ നമുക്ക് പിശുക്കാണ് അല്ലേ? ഒരു ഉമ്മ 5 മക്കളെ പ്രസവിച്ചു, ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകി. ഇപ്പം എനിക്കറിയാം, എൻ്റെ കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ സുഹ്റാബി, അവർ നീണ്ട വർഷങ്ങൾ മോങ്ങം കോളേജിൻ്റെ അധ്യാപികയായും പ്രിൻസിപ്പലായിട്ടും സർവീസിൽ നിന്നു. ആ സർവീസിലിരിക്കുന്ന സമയത്താണ് അവരുടെ മക്കളൊക്കെ അവർക്ക് ഉണ്ടാകുന്നത്. ആ മക്കൾക്കൊക്കെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം അവർ കൊടുത്തിട്ടുണ്ട്, ഏറ്റവും നല്ല രീതിയിൽ ആ മക്കളെ അവർ വളർത്തിയിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ഈ കോളേജിൽ അധ്യാപികയായും പ്രിൻസിപ്പലായും ചാർജ് എടുത്ത സമയത്താണ്. അപ്പോൾ ഈ ഒരു റെക്കഗ്നിഷൻ അല്ലേ? അപ്പോൾ 7 കുട്ടികളെ അവർ പ്രസവിച്ച് പോറ്റി നല്ല വിദ്യാഭ്യാസം നൽകി, നല്ല വിവാഹം ഇതൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. അത് സെൻസ് ഓഫ് റെക്കഗ്നിഷൻ കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ആ ഉമ്മ ആ ഉപ്പ ആ വീട്ടിലുണ്ടാകുമ്പോൾ അവരുടെ അടുത്ത് എന്ത് തെറ്റുണ്ടെങ്കിലും, തെറ്റില്ലാത്ത ആരവിടെ ഉള്ളത്, ആ തെറ്റ് മൈനസാക്കി വിട്ടിട്ട് അവരുടെ പോസിറ്റീവായുള്ള ട്രെയ്റ്റ്സിനെ റെക്കഗ്നൈസ് ചെയ്ത് അംഗീകരിച്ച് അതൊന്ന് അപ്രീസിയേറ്റ് ചെയ്ത് അവരൊന്ന് ആദരിച്ച് ഈ മക്കൾ, ആ കുടുംബം ആ ഉമ്മയോടും ഉപ്പയോടും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയ സന്തോഷം ഉണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് അവർ ഇപ്പോൾ ഭാര്യയും ഭർത്താവും റിട്ടയർമെൻറ്റ് ലൈഫ് നയിക്കുകയാണ്. അതെന്തിനാ ഒരു ഉദാഹരണം പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഉദാഹരണത്തിൽ കൂടി കാര്യം വിശദീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ ഈ മക്കളൊക്കെ ഈ സമയത്ത് എന്തായിരിക്കും, യുവാക്കളാണ്, യുവതികളാണ്. അപ്പോൾ അവരൊക്കെ അവരുടെ രൂപത്തിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ അവിടെ സംഭവിക്കുക, അവർക്ക് ലോൺലിനെസ് ഫീൽ ചെയ്യും. ഇപ്പം ഇന്ന് കേരളത്തിൽ പലരും അനുഭവിക്കുന്ന വലിയ പ്രശ്നം എന്താ, മക്കളില്ലാത്ത പ്രശ്നമല്ല, മക്കളുണ്ട്. 5-8 മക്കളുള്ള ഉപ്പക്കും ഉമ്മക്കും പോലും പ്രായമാവുന്ന ഘട്ടത്തിൽ അവരെ പരിഗണിക്കാൻ, അവരെ സർവീസ് ചെയ്യാൻ, അവർക്ക് വേണ്ടി ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറുള്ള മക്കളില്ല, അല്ലെങ്കിൽ അവർ ബിസിയാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നമ്മൾ അവിടെ ഫില്ലപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ എല്ലാവർക്കും ഒരേ സമയം സൗകര്യം കിട്ടണമെന്നില്ല, എന്നാൽ മക്കൾ 4-5 പേരുണ്ടെങ്കിൽ അവർക്കത് ഡിവൈഡ് ചെയ്യാലോ. വാപ്പൻ്റെ അടുത്ത് ഈ ഒരാഴ്ച നീ വേണം, അല്ലെങ്കിൽ വാപ്പൻ്റെ ഒരാഴ്ചത്തെ കാര്യം നീ ശ്രദ്ധിക്കണം, ഒരാഴ്ചത്തെ കാര്യം നീ ശ്രദ്ധിക്കണം, മോളോട് പറയാം. ഇങ്ങനെയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ഡ്യൂട്ടീസിൽ പരസ്പര ധാരണയോടുകൂടി മക്കൾ നിർവഹിച്ചു കഴിഞ്ഞാലും റിട്ടയർമെൻറ്റിലെത്തിയ വാപ്പക്കും ഉമ്മക്കും സമാധാനം ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുറേ ബില്ല് ഹോസ്പിറ്റലിൽ എന്തുകൊണ്ടാണ് കൊണ്ടുപോയി കൊടുക്കേണ്ടി വരുന്നത്?
മാനസികാരോഗ്യത്തിൽ വരുന്ന വിള്ളലാണ്. പല രോഗങ്ങളും മനസ്സുമായി റിലേറ്റഡ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നേ ഇല്ല. ഇപ്പോൾ ഈ സ്ട്രോക്ക് അല്ലേ, സ്ട്രോക്ക് പെട്ടെന്ന് വരികയല്ലല്ലോ. സ്ട്രോക്കിലേക്ക് എത്തിക്കുന്ന ഒരുപാട് മാനസിക കാരണങ്ങളുണ്ട്. അവസാനം പൊട്ടിത്തെറിക്കുകയാണ്. ഈ എൻ്റെ അടുത്തൊരു കൗൺസിലിംഗ് കേസ് വന്നു, പറയാതിരിക്കാൻ വയ്യ. ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി, 18 വയസ്സാണ് അവൾക്കുള്ളത്. അവളും ഭർത്താവും ആ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് അവൾ വിവാഹം കാര്യങ്ങളൊക്കെ നടന്നത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഭർത്താവിൽ നിന്ന് ഒരിക്കലും ഹിതകരമല്ലാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സ്വഭാവ ദൂഷ്യങ്ങൾ കുട്ടി കാണുകയാണ്. അത് ഉമ്മനോടോ ഉപ്പയോടോ ആരോടും ഷെയർ ചെയ്തിട്ടില്ല, ഷെയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ വളർന്ന് പന്തലിച്ചു. അത് വളരെ സംസാരം കുറച്ചുള്ളൊരു കുട്ടിയാണ് അവൾ. പക്ഷേ അവസാനം എന്താ, പൊട്ടിത്തെറിച്ചപ്പോൾ അവളുടെ ഉറക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവളുടെ മാനസിക നിലയിൽ തന്നെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു മനുഷ്യനും അങ്ങനെയാണ്. അവനാന് സഹിക്കാൻ പറ്റുന്നതിലപ്പുറം എത്തുന്ന സമയത്ത് അത് മാനസിക രോഗമായിട്ട് അങ്ങോട്ട് മാറും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് റിലീവ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, നമ്മളിപ്പോൾ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ റിലീസ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റുന്ന ഒരു ഇടം വീട്ടിലുണ്ടെങ്കിൽ അത് കുറേ അങ്ങനെ പോവും. ഇതൊരാളോടും ഷെയർ ചെയ്യാൻ പറ്റില്ല. അവസാനം മാനസിക രോഗത്തിലേക്ക് എത്തുക, പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ട ഗതികേട് വരികയാണ്. ഞാൻ പറയുന്നത്, കുടുംബം റിട്ടയർമെൻറ്റിലെത്തുന്ന സന്ദർഭത്തിൽ ഈ മക്കൾ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ ആരാണെങ്കിലും അവരെ പരിഗണിക്കണം. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിചരണം, അവരുടെ കാര്യത്തിലൊരു ശ്രദ്ധ. പണമൊക്കെ ഇഷ്ടംപോലെ അവരെ കയ്യിലുണ്ടാവും, പക്ഷേ ഈ പണം കൊണ്ട് കാര്യമല്ലല്ലോ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധയും പരിഗണനയും വളരെ അർത്ഥവത്തായ 2 വാക്കുകളാണ്. പക്ഷെ അത് കിട്ടേണ്ട ആളുകളിൽ നിന്നും കിട്ടിയിട്ടില്ല എങ്കിൽ അത് ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടിയാണ്. പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എത്തിയ മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ മക്കളുടെ ക്യാഷോ അതല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ സൗകര്യങ്ങളോ അല്ല ആവശ്യമുള്ളത്. മറിച്ച് അവരൊന്ന് കേൾക്കാനും അവർ പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനും അവർ ചെയ്യുന്ന ചില കാര്യങ്ങളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. സർ, ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ റിട്ടയറിൽ എത്തിയ ആളുകൾ ചിലപ്പോൾ അവരുടെ ഇഷ്ടപ്രകാരം പല കാര്യങ്ങളും വീടുകളിലൊക്കെ ചെയ്യും. പക്ഷെ അതിന് മർക്കടമുഷ്ടിയോടുകൂടി കാണുന്ന മക്കളെ നമ്മൾ കാണാറുണ്ട്. പിന്നെ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കാണുന്ന അതും നമ്മൾ കാണാറുണ്ട്. അവിടെയും മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയല്ലേ? അത് അവിടെ വരുന്ന വലിയൊരു വിഷയം. വാപ്പ ഉമ്മ അവരുടെയും സ്വത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവരധ്വാനിച്ചുണ്ടാക്കിയാണ്. അതവർ ഇപ്പോൾ സ്വതക്ക ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു പള്ളിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മദ്രസ കൊടുക്കുക, അല്ലെങ്കിൽ വഖഫ് ചെയ്യാണ്. അവിടെയൊക്കെ ബുദ്ധിയുള്ള വിവേകമുള്ള ഒരു സന്ദർഭത്തിൽ അവർ അത് ചെയ്യുമ്പോൾ അവർക്കതിനുള്ള അവകാശം ഉണ്ടല്ലോ. ഇപ്പം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് എൻ്റെ മക്കൾക്ക് തീർച്ചയായിട്ടും ഞാൻ ചിലവഴിക്കണം, ഭാര്യയെ നോക്കുകയൊക്കെ വേണം. അതുപോലെ ഞാൻ സദക്ക ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അത് തടയപ്പെടാൻ പാടില്ലല്ലോ. അപ്പം അതിലൊക്കെ ഇടപെട്ട് അവരുടെ മാനസിക നില തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണത്. അവിടെ ഇവർ മനസ്സിലാക്കുന്നത്, മക്കൾ മനസ്സിലാക്കുന്നത്, അവരുടെ ജീവിതത്തിലേക്കുള്ള വരുമാനം അല്ലെങ്കിൽ ആ ഒരു ഇൻകം കണ്ടെത്തേണ്ടവരാണ് മാതാപിതാക്കൾ എന്നുള്ളതാണ് അല്ലേ. പക്ഷെ നേരെ മറിച്ചാണ് ഞാനൊക്കെ എൻ്റെ ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നൊക്കെ പഠിച്ചത്. എൻ്റെ അടുത്ത് ഉപ്പ പറഞ്ഞത്, നിനക്ക് ജീവിക്കാനുള്ള നീ ഉണ്ടാക്കുക, അത് നീ ഉണ്ടാക്കണം അല്ലേ. പൂർവ്വ പിതാക്കൾ സമ്പാദിച്ചതിൽ ജീവിക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ട് അവർ മടിയന്മാരാണ്, വലിയ മടിയന്മാരാ. അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട്, ഒന്നിനും അവരെ പറ്റൂല. എന്നാൽ ക്രിയേറ്റീവായി തിങ്ക് ചെയ്യാനും ക്രിയേറ്റീവായി സംരംഭങ്ങളിൽ ഏർപ്പെടാനും ആർക്കാ സാധിക്കുക? കുറച്ച് കഷ്ടപ്പെടണം. മക്കളൊക്കെ കുറച്ച് കഷ്ടപ്പെടണം എന്നുള്ള വാദമാണ് എനിക്കുള്ളത്. ഇന്നിപ്പോൾ സുഖം കൂടിയതാണ് നമ്മളെ പ്രശ്നം. എല്ലാം നമുക്ക് കിട്ടുകയാണ്, എവിടെയാണ് പോരായ്മ ഉള്ളത് അല്ലേ? ഇപ്പോൾ കാര്യമായിട്ട് നടക്കുന്ന കാര്യം എന്താണ്? ഫോൺ കോൾ ചെയ്യുക, ഭക്ഷണം ഓർഡർ ചെയ്യുക, അത് വീട്ടിലെത്തുക. ഏത് നട്ടപ്പാതിരക്കും പാർസൽ സർവീസ് അല്ലേ? അതുകൊണ്ടല്ലേ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാർസൽ സർവീസുകൾ വർദ്ധിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ രോഗങ്ങളും വർദ്ധിക്കുന്നില്ലേ? ഇന്നിപ്പോൾ ക്യാൻസർ പേഷ്യൻസിൻ്റെ എണ്ണവും വർദ്ധിക്കുകയാണ്. കാരണം എന്താണ്? നൈറ്റ് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് ഇത് നമ്മൾ കൂട്ടി. വീട്ടിലുള്ള ഗൃഹനാഥക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ താല്പര്യമല്ല, ഒക്കെ ഓർഡർ ചെയ്യാണ് അല്ലേ. ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അതിൽ കുറച്ച് ബുദ്ധിമുട്ടിയാൽ പോലും ആ ഭക്ഷണത്തിന് രുചിയേറെയാണ്. അത് ചിലപ്പോൾ കഞ്ഞിൻ്റെ ഒരു വെള്ളമായിരിക്കും നമ്മൾ കുടിക്കുന്നത്, ചമ്മന്തി ആയിരിക്കും അതിന് കൂട്ടാൻ വെക്കുന്നത്. പക്ഷെ അതുണ്ടാക്കിയ ഒരു മാനസിക അടുപ്പുണ്ടല്ലോ, ഫാസ്റ്റ് ഫുഡിനുണ്ടോ, മന്തിക്കുണ്ടോ? നിങ്ങൾ പറഞ്ഞേരി. മറ്റതെന്താണെന്ന് വെച്ചാൽ ഷെയറിങ് ആണല്ലോ. ഇതാ രൂപത്തിലല്ല. എല്ലാം ഒരു ആർട്ടിഫിഷ്യാലിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പലതും നമ്മൾ ചെയ്യുന്നത്. വിവാഹങ്ങളിലൊക്കെ എന്താ അല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ അപ്രധാനമായി മാറുക. അപ്പം ഞാൻ ഈ അടുത്ത് എൻ്റെ കൗൺസിലിങ്ങിൽ ഞാൻ നോട്ട് ചെയ്തൊരു സംഗതി, വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണെന്ത്? പ്രീ മാരിറ്റൽ ഗൈഡൻസ് അല്ലേ. ഇന്നും ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഞാൻ വേറൊരു കൗൺസിലറെ ഏൽപ്പിച്ച് പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ കല്യാണം കഴിച്ചു, അത് ഡിവേഴ്സ് ചെയ്തു, രണ്ടാമത് വിവാഹം കഴിച്ചു. ആ വിവാഹം നടക്കുന്നതിന് മുമ്പ് ഞാൻ അവരോട് പറഞ്ഞു, നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, കല്യാണം കഴിഞ്ഞ നിക്കാഹ് കഴിഞ്ഞ ഉടനെ രണ്ടാളും ഒന്നിച്ച് എൻ്റെ അടുത്ത് വരണം. എന്താ വിഷയം? ദാമ്പത്യ ജീവിതത്തിലെ ബേസ് അറിയില്ല. ഇതാരും പറഞ്ഞു കൊടുത്തിട്ടുമില്ല, പറഞ്ഞു കൊടുക്കാൻ തയ്യാറുമല്ല. ഈ കുട്ടികൾ എന്താ ചെയ്യുക? അപ്പോൾ ഈ പ്രീ മാരിറ്റൽ നോളജ് നമ്മൾ കൊടുക്കാതെ അത് ഡിവേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാദിയല്ലേ സർ? അല്ലേ, മഹലിന് ഉത്തരവാദിത്തല്ലേ അല്ലേ? ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ ഒരാൾ അതിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. ഇത് മനുഷ്യർ, ഒരാണും പെണ്ണും ഒന്നിച്ച് ചേരുന്ന സമയത്ത് ഉണ്ടാവേണ്ട ഒരു അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻറ്റിമസി, പാരസ്പര്യമായിട്ടുള്ള ഒരടുപ്പം, അതില്ലാതെ സെക്സിലേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത്? അതിനെക്കുറിച്ചുള്ള വിവരം കൊടുക്കേണ്ട ആ ഒരു തലത്തിൽ അത് കിട്ടുന്നില്ല. എന്നിട്ട് നമ്മളതിന് ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടുണ്ടാവും അല്ലേ. 2-3 ദിവസം കല്യാണം നടത്തുക, കല്യാണത്തിന് ലക്ഷങ്ങൾ പൊടിക്കുന്നുണ്ട്. പക്ഷേ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഒരു 2000 രൂപ മുടക്കാൻ നമുക്കാവില്ല. ഇതാണ് നമുക്ക് വിവരം ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ ഒരു വിവരമില്ല. എന്നിട്ട് പിന്നെ കൗൺസിലിങ്ങിന് വന്നിട്ട് കാര്യമുണ്ടോ? കൗൺസിലിംഗ് കൊടുക്കാതിരിക്കാനുള്ള വഴി എന്താണെന്നുള്ള ഞാൻ പറയുന്നത്. കൗൺസിലിങ്ങിൻ്റെ സെൻറ്റർ കൂട്ടിയല്ല വേണ്ട. ഈ ആളുകൾ ഈ വിവരം ഇല്ലാത്തത് കൊണ്ടും ആ ഇൻഫോർമേഷൻ കിട്ടാത്തത് കൊണ്ടും അവർ തമ്മിലുള്ള ബന്ധം ഉലച്ചിൽ തട്ടി, അല്ലെങ്കിൽ ബ്രേക്കപ്പായി. കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ മാനസികമായിട്ടുള്ള പിന്തുണ ലഭിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ മാനസിക മുറിവ് ലൈഫിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റൻറ്റിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മുറി കൂടൂല അല്ലേ. ഒരു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് വലിയൊരു മുറിവുണ്ടായി, പിന്നെ അത് മുറി കൂടൂല. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നേതൃത്വത്തിലുള്ള ആളുകൾ, മത നേതാക്കന്മാർ, മഹല്ല് സംവിധാനത്തിലുള്ള ആളുകളൊക്കെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് എന്ന് സാന്ദർഭികമായി ഞാൻ ഇടയ്ക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാം ശൈഥില്യങ്ങളെ കുറിച്ചാണ് സാറ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത വിഷയവുമായി കണക്ട് ചെയ്ത് വരാനുള്ളൊരു കാരണം വീട്ടിൽ റിട്ടയർ ചെയ്ത ആളുകൾ അവർ പ്രായാധിക്യത്തിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മക്കളിൽ നിന്ന് കിട്ടേണ്ട ഒരുപാട് സ്നേഹവും അതുപോലെ തന്നെ പിന്തുണയും ഒക്കെ ഉണ്ട്. ആ പിന്തുണ എവിടെ നഷ്ടപ്പെടുന്നു, അവിടെ കുടുംബ ശൈഥില്യങ്ങൾ കൂടുന്നു. അത് കൂടാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൂടിയാണെന്ന് നമ്മുടെ മുന്നിൽ വഴി തുറന്നു തന്നത്. എന്തായിരുന്നാലും റിട്ടയറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലൈഫിലേക്ക് എത്തുന്ന ആളുകളെ പരിചരിക്കാനും അവർക്ക് സ്നേഹവും സപ്പോർട്ടും നൽകാനും നമ്മൾ വീടുകളിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒന്നുകൂടി സ്നേഹക്കൂടിന് അടിവരയിട്ട് പറയാനുള്ളത്. സാർ, അപ്പോൾ ആ ഒരു കാര്യം, ഇപ്പോൾ വീട്ടിൽ ഇവർ പല കാര്യങ്ങൾ പറയുമ്പോൾ അതിന് മക്കളിൽ നിന്ന് കിട്ടേണ്ട ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും കിട്ടണം. കിട്ടിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അത് പ്രായാധിക്യത്തിലെത്തിയ ആളുകൾക്ക് മെൻ്റൽ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ, മാനസികമായ പ്രയാസങ്ങളൊക്കെ അവരുണ്ടാക്കും. അവരിൽ വേറൊരു ഇഷ്യൂ ഉണ്ടാകുന്നത് ഓർമ്മക്കുറവാണ്. കോഗ്നിറ്റീവ് ഫങ്ഷൻസിൽ ഒരുപാട് അല്ലേ, കുറേ കാലം വർക്ക് ചെയ്തു, പിന്നെ സ്വാഭാവികമായിട്ട് ഓർമ്മ തകരാറുകൾ, ഈ കോഗ്നിറ്റീവ് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു കാരണം തന്നെ ടെൻഷനാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ കൗൺസിലിങ്ങിന് വന്ന ഈ പെൺകുട്ടി വളരെ ചെറുപ്പക്കാരിയാണ്. അവൾ പറയണ എനിക്കൊന്നും ഓർമ്മയിലില്ല. ഓർമ്മയിലില്ലാതിരിക്കാനുള്ള ഒരു റീസൺ എന്താണ്? പിരിമുറുക്കം കൂടിയതാണ്, ഉറക്കം നഷ്ടപ്പെട്ടതാണ്. കാരണം നമ്മൾക്ക് പറയാനുള്ള ഒരു കാര്യം
ഒരാളോടും പറയാൻ പറ്റുന്നില്ല. സ്വന്തം വീട്ടിൽ പറയാൻ വയ്യ, ഭർത്താവിനോടും പറയാൻ വയ്യ, പിന്നെ ആരോടാ പറയുക, ഫ്രണ്ട്സിനോടും പറയാൻ വയ്യ. കാരണം അവിടെയൊക്കെ ഒരുപാട് ബാരിക്കേഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഒരാളോടും പറയാതെ നിൽക്കുക. അപ്പോൾ ഒരു സെല്ലിൽ നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞാലുള്ള മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതേ അവസ്ഥ ചില കുടുംബങ്ങളിൽ ചില പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ. അതവർ മെമ്മറി ലോസ് ഉണ്ടാക്കും, ഓർമ്മ തകരാറുണ്ടാക്കും. എന്നാൽ പ്രായത്തിൻ്റെ അങ്ങേയറ്റം എത്തുന്ന അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ലൈഫിലെത്തുന്ന ആളുകൾക്ക് ഇത്തരം ഇഷ്യൂസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത്തരം മേഖലയിൽ വർക്ക് ചെയ്ത ഒരാളാണെങ്കിൽ ഹെവി ഡ്യൂട്ടീസ് അല്ലേ, ഒരുപാട് വർക്ക് തലയിൽ പേറി മെമ്മറി ഫാക്കൽറ്റിയൊക്കെ ഏകദേശം മിസ്സിങ് ആയിട്ടുണ്ടാവും. ഇത് വീട്ടിലുള്ള കുടുംബിന് മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത് അല്ലേ. അവർ ഒരുപാട് വർഷമായിട്ട് ഒരു ഓഫീസിൽ ജോലി ചെയ്യാണ്, അല്ലെങ്കിൽ തല കൂടുതൽ ഉപയോഗിക്കേണ്ട വർക്കുകളാണ് ചെയ്തത്. ഒരുപാട് ടെൻഷൻസ് പേറിയ ജോലിയിൽ വ്യാപൃതയാണ്. ചിലപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഒരു തിരക്ക് പിടിച്ച ഒരു ഡോക്ടറായിട്ടാവും. ഡോക്ടർക്ക് രോഗം വന്നുകൂടാന്നില്ലല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്ക് ഒരു മെൻ്റൽ സപ്പോർട്ടും ഇമോഷണൽ സപ്പോർട്ടും കൊടുക്കേണ്ട ഉത്തരവാദിത്തം കുടുംബാംഗങ്ങൾക്കുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവരുടെ മെമ്മറി വർദ്ധിപ്പിക്കും. ആ സന്തോഷം ഉണ്ടല്ലോ, അവരെ കൂടെ ഒന്ന് യാത്ര പോകുക എന്നുള്ളത്. ഭാര്യയും ഭർത്താവും ന്യൂലി വെഡാണ്, റീസെൻ്റ്ലി മാരീഡാണ്, ഓരോറ്റയ്ക്ക് യാത്ര ചെയ്യും, ഇവരെ ആരും കൂട്ടൂല. ഇവർക്ക് ആഗ്രഹമുണ്ട് ഇവരെ കൂട്ടിയൊന്ന് പോവാൻ. അപ്പോൾ ഇവിടെ യുവാക്കളും യുവതികളും കല്യാണം കഴിച്ചവർ ചെയ്യേണ്ടത് ഈ റിട്ടയർഡ് ചെയ്ത ഉമ്മനെയും ഉപ്പനെയും കൂട്ടിയൊന്ന് പോവുക. സെപ്പറേറ്റ് പോലും വേറെ പോയിക്കോട്ടെ, അത് പോകണം, ഇവരെയും കൂട്ടിയും പോകണം. ഇപ്പോൾ ഈ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് വന്നു. ഈ ഹസ്ബൻഡും വൈഫും റിലേഷൻഷിപ്പ് ബ്രോക്കണാണ്. ഉമ്മ മാത്രമാണ് വീട്ടിലുള്ളത്. ഈ ഉമ്മ ജീവിക്കുന്ന തന്നെ ഈ മകന് വേണ്ടിയാണ്, മകൾക്ക് വേണ്ടിയാണ്. അങ്ങനെ മകൻ കല്യാണം കഴിച്ചു. മകൻ കല്യാണം കഴിച്ചപ്പോൾ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങി. അപ്പോൾ ഉമ്മൻ്റെ വലിയ പ്രോബ്ലം എന്താണ്, കൂടുകയാണ്. കാരണം സ്വന്തം ജീവിതത്തിൽ ഉമ്മക്ക് കിട്ടാത്ത കാര്യങ്ങൾ മകനും ഭാര്യക്കും അവിടെ കിട്ടുകയാണ്. ഇത് സ്വാഭാവികമായിട്ട് പൈശാചികത അവിടെ ഇടപെടും അല്ലേ. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ട എന്താണ്, എൻ്റെ ഉമ്മ ജീവിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉമ്മ ഒരുപാട് പ്രശ്നങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മെനോപോസ് ഇഷ്യൂസ് ആ ലേഡി അനുഭവിക്കുന്നുണ്ട്. ഭർത്താവ് ഇല്ലാത്ത പ്രശ്നം ഉമ്മ അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തികമായ ക്രൈസിസ് ഉമ്മ അനുഭവിക്കുന്നുണ്ട്. വീട്ടിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ ഉമ്മ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ സമ്മേളനമാണ് ഉമ്മ. അവിടെയാണ് റീസെൻ്റ്ലി മാരീഡായിട്ടുള്ള മകനും ഭാര്യയും ജീവിക്കുന്നത്. അപ്പോൾ ഈ മകൻ്റെ ഭാര്യ വീട്ടിലിരിക്കാൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവൾ ഒന്നുകൂടി മോഡേണാണ്. സ്വാഭാവികമായിട്ട് അവിടെ ഇഷ്യൂസ് ഉണ്ടാവില്ലേ. അപ്പോൾ ഈ ഉമ്മക്ക് സപ്പോർട്ടീവായി നിൽക്കേണ്ട മകൻ അവളെ ചാരിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ എന്താ പിന്നെ ആവുക? അപ്പോൾ ഉമ്മൻ്റെ ആങ്സൈറ്റീസും ടെൻഷൻസും കൂടും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ റിട്ടയർമെൻറ്റ് ഏജിലെത്തിയ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പോസിറ്റീവ് അപ്രോച്ചോടുകൂടി മെൻ്റൽ സപ്പോർട്ട് ആ കുടുംബത്തിലുള്ള അംഗങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുറേ ഹോസ്പിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് കുറക്കാൻ പറ്റും. എന്നാൽ നമ്മൾ ചെയ്യലെന്താ, എല്ലാറ്റിനും പരിഹാരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അടാക്കുക. അവനൊന്നും അറിയണ്ടല്ലോ. ഹോസ്പിറ്റൽ എക്സ്പെൻഡിച്ചർ കുറക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പരിഹാരമാണ് ഇമോഷണൽ സപ്പോർട്ടും ഇൻറ്റിമസിയും വർദ്ധിപ്പിക്കുക എന്നുള്ളത്. സർ, ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, പിന്നെ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ആണ്. വൈഫാണ് എനിക്ക് ആ ഒരു വീഡിയോ കാണിച്ചു തന്നത്. ഒരു ഉസ്താദിനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഉസ്താദെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്താണെന്നാണ്. അപ്പോൾ ഉടനെ ഉസ്താദ് പറയുന്നുണ്ട്, ആർക്കാണെന്ന് ചോദിച്ചു. ആർക്കാണെങ്കിലും. അപ്പോൾ ഉടനെ ഉസ്താദ് പറയണത്, ഒന്ന് തൻ്റെ ഭാര്യൻ്റെയും മക്കളുടെ അടുത്ത് പോയിട്ട് അവരെ കെട്ടിപ്പിടിച്ച് അവരായിട്ട് നല്ലൊരു സാഹചര്യവും നല്ലൊരു അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടും. പറഞ്ഞു തീർച്ചയായിട്ടും കിട്ടും. അവിടെ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഒരു സമയമുണ്ട്. ആ രാവിലെ സുബഹിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു സമയത്ത് എഴുന്നേറ്റ് അള്ളാഹുവിലേക്ക് തൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് അള്ളാഹുവിനോട് തൻ്റെ സന്തോഷങ്ങളെല്ലാം ഏറ്റു പറഞ്ഞുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു അനുഭൂതി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്, റിട്ടയർ ചെയ്യുന്ന ആളുകളാവട്ടെ അല്ലാത്തവരാട്ടെ ആരാവട്ടെ,
നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ടെൻഷനുകൾ റിലീസ് ചെയ്യാനും നമുക്ക് നമ്മുടെ ജീവിത സൗകര്യങ്ങൾ കൂടുതൽ വിഭവപ്രദമുള്ളതാവാനും ആ തഹജ്ജുദ് നമസ്കാരങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ റിട്ടയർ ചെയ്യുന്ന ആളുകളോട്, റിട്ടയർ ചെയ്യുന്നവരോട് നല്ല എല്ലാവരോടും നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണ് അല്ലേ, അതൊരു കിട്ടുന്ന മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത ഒരാൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്തൊരു കാര്യം, എനിക്ക് ഹിഫ്ൾ ഒരുപാടുണ്ടായിരുന്നു, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ ഹിഫ്ൾ പഠിച്ചിരുന്നു. ഞാൻ റിട്ടയർ ചെയ്തതിൻ്റെ ശേഷം അതെല്ലാം റിക്കവർ ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, അന്ന് മുമ്പ് പഠിച്ച മുഴുവൻ പ്ലസ് സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ഒരു 5-6 പേജ് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ ഏകദേശം സൂറത്തുൽ ബഖറ കംപ്ലീറ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഹിഫ്ളാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് ചിന്തകൾ. ഞാൻ ഒരു യാത്ര പോണ സമയത്ത്, ഉംറക്ക് പോണ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത്, എനിക്ക് വേണ്ടി വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ട, ഒന്ന് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം ഖുർആൻ കൂടുതൽ ഹിഫ്ളാക്കാൻ, അദ്ദേഹത്തിൻ്റെ വയസ്സ് ഏകദേശം 60-ന് മുകളിലാണ്, ഖുർആൻ കൂടുതൽ ഹിഫ്ളാക്കാനും ആ ഹിഫ്ൾ മറക്കാതെ അങ്ങനെ ഓതാനുള്ളൊരു സാഹചര്യവും സൗകര്യത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യം, വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതൊക്കെ പിന്നെ ഹിഫ്ളാക്കാനൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് സമയം കിട്ടും, അവർക്കത് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഐഡിയകൾ, സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ നമുക്ക് റിട്ടയർ ചെയ്യുന്ന ആളുകളുടെ മുന്നിൽ വെക്കാൻ പറ്റും സാർ? അതായത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഇൻറ്റിമസി വിത്ത് അള്ളാ അല്ലേ. നമ്മുടെ ഈ തിരക്കിനിടയിൽ നമ്മൾ മറന്നുപോയത് അത് തന്നെയാണ്. ഇപ്പോൾ ഈ സത്യത്തിൽ സന്തോഷം നൽകുന്നത് അള്ളാഹു ആണല്ലോ, ദുഃഖം നൽകുന്നതും അള്ളാഹു ആണ് അല്ലേ. നിങ്ങളെ കരയിപ്പിക്കുന്നതും നിങ്ങളെ ചിരിപ്പിക്കുന്നതും നാമാണെന്ന് അള്ളാഹ് പറയുന്നു. അപ്പോൾ അള്ളാഹുവിലേക്കുള്ള ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ ശുക്ർ, ദിക്ർ അല്ലേ. ലാ തൻസാ ദിക്ർ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്മരണ നിങ്ങൾ മറക്കരുത് എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്മരണ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മെഡിസിൻ. ആ സ്മരണ വർദ്ധിപ്പിക്കുന്നതിൽ കൂടി നമ്മൾ ചെയ്യുന്ന അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക എന്നുള്ളതാണ്. ശുക്ർ ചെയ്യുന്ന ഒരു ഹൃദയം ഉണ്ടാവുക അല്ലേ. ലിസാനുൻ സാക്കിർ എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവെ സ്മരിക്കുന്ന ഒരു നാവ് ഉണ്ടാവുക എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന നാവ്, അതൊരു വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളത് നമ്മുടെ അനുഗ്രഹങ്ങൾ അള്ളാഹു വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. അത് പലർക്കും അറിയില്ല. രോഗങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രയാസം നീക്കിത്തരാൻ. എന്നാൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് ഇന്ന് സൈക്കോളജിയിലെ ഒരു വലിയ പ്രിൻസിപ്പിളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്, ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത്. അപ്പോൾ എന്തുണ്ടാവും, നമ്മുടെ സന്തോഷത്തിൻ്റെ ഹോർമോൺ വർദ്ധിക്കും. സത്യത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഹോർമോണുകളുണ്ട് അല്ലേ. ഇൻറ്റേർണൽ ഹാപ്പിനെസ്, ദി ഹാപ്പിനെസ് ഈസ് വിത്തിൻ യു എന്നാ. സത്യത്തിൽ സന്തോഷം എക്സ്റ്റേണൽ അല്ല, നമുക്ക് സന്തോഷം നൽകാൻ നമുക്ക് തന്നെ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി അള്ളാഹുവെ സംബന്ധിച്ച് ധാരാളം സ്മരിക്കുക എന്നുള്ളത്, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളത് അല്ലേ, മനഃപ്പാഠമാക്കുക എന്നുള്ളത്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അറിഞ്ഞ ഒരു സംഗതി എന്താണ്, ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ട് ഒരു വ്യക്തി എത്തുമ്പോൾ ആ വ്യക്തിയോട് മനഃപ്പാഠമാക്കിയ സൂറത്തുകൾ ഓതാൻ പറയാണ്. ഓതിയിട്ട് എവിടെ എത്തി അതുവരെ സ്വർഗത്തിൻ്റെ പദവിയാണ്. അപ്പോൾ ഇതിനേക്കാളും വലിയ സന്തോഷവാർത്ത ഏതാണുള്ളത്? അപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് ഫർലായ സംഗതിയാണ്. എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രബലമായ സുന്നത്താണെങ്കിലും നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കർമ്മം തന്നെയാണ് തഹജ്ജുദ്. കാരണം ഈ നോമ്പിൻ്റെ തറാവീഹ് നിസ്കാരം നമ്മളൊക്കെ 30 ദിവസം ചെയ്തവരാണ്, ആരും ചെയ്യാത്തവരില്ല. അതില്ലാത്തവനെ ഒന്നിനും പറ്റാത്തവൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ കാണുന്നത്. അത് ഒരു മാസം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നീട് അത് തുടർത്താൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അപ്പോൾ അവിടെ സംഭവിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൽ എന്തോ ഒരു ദൗർബല്യം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ റിട്ടയർമെൻറ്റ് സ്റ്റേജിലെത്തിയ ആളുകളുടെ ഭാഗത്ത് അയാൾ ചിന്തിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യം ആത്മീയ തലം പരിപോഷിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ആത്മീയ തലം പരിപോഷിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ സൂപ്പറാവും അല്ലേ, മനസ്സ് സന്തോഷമാവും. കാരണം രോഗം എന്നുള്ള ആദ്യം പിന്നെ അവിടെ ഉണ്ടാവില്ല. കാരണം അള്ളാഹു ആദ്യം തന്നെ തീരുമാനിച്ച സംഗതിയാണ് മരണം.
ആ സമയമാകുമ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നാലും അള്ളാഹു മരണത്തെ കൊണ്ടുവരുന്ന നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ടെൻഷന് അവിടെ സ്ഥാനമല്ലല്ലോ. പിന്നെ നമുക്ക് ഒരുപാട് കാര്യം ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ള ബോധം. അപ്പോൾ ആ ഉത്തരവാദിത്ത ബോധമാണത്. നമ്മൾ ഒരുങ്ങുകയാണ് അല്ലേ. നമുക്കൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ, ടൈം മാനേജ്മെൻറ്റ് സ്കില്ലുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആസൂത്രണം ചെയ്യാൻ പറ്റും. അത് സ്വന്തത്തോടുള്ള കടപ്പാടാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യം അല്ലേ. വ്യക്തിപരമായിട്ട് നീ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ, തദബ്ബുർ ചെയ്തിട്ടുണ്ടോ, തഫക്കുർ ചെയ്തിട്ടുണ്ടോ, മനപ്പാടാക്കിയിട്ടുണ്ടോ, പോരാ നന്മ കൽപ്പിച്ചിട്ടുണ്ടോ, വിരോധിച്ചിട്ടുണ്ടോ. സ്വന്തം കുടുംബത്തിൽ പ്രത്യേകിച്ച് അവിടുന്ന് തുടങ്ങേണ്ടത്. എൻ്റെ സ്വന്തം കുടുംബത്തിൽ എൻ്റെ മക്കളോട്, ഭാര്യയോട് ഞാൻ നന്മ കൽപ്പിച്ചോ തിന്മ വിരോധിച്ചോ, അത് കൽപ്പിക്കണമെങ്കിലും വിരോധിക്കണമെങ്കിലും ഞാൻ ആദ്യം റോൾ മോഡലാവണം. അപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതൊക്കെ. എൻ്റെ മക്കൾക്ക് ഞാൻ ദീൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, ആ ദീനനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടുണ്ടോ അല്ലേ. രണ്ട് കാര്യത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞെടുത്ത് ഒന്ന് ഒഴിവ് സമയം, രണ്ട് ആരോഗ്യമാണ് അല്ലേ. ഇതുവരെ കഴിഞ്ഞ ആരോഗ്യം, എൻ്റെ ഒഴിവ് സമയം ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ ഇനിയുള്ള ദിവസം ഞാൻ എന്ത് ചെയ്യണം, അതിനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കണം, പ്ലാൻ ഉണ്ടാക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൽ മാറ്റങ്ങളുണ്ടാവും. ശരിക്ക് ഒരു അനലറ്റിക്കൽ സ്റ്റഡി നടത്തേണ്ട ഒരു കാര്യമാണ് റിട്ടയർമെൻറ്റ്. ഉമർ റളിയല്ലാഹു അൻഹു ആണല്ലോ പറഞ്ഞത്, വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. അപ്പോൾ ഈ അടുത്ത് ഒരു സഹോദരിയെ ഭർത്താവും തമ്മിലുള്ള വിഷയത്തിൽ കൗൺസിലിംഗ് ചെയ്യാണ്. അപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ തട്ടി ഉണർത്തി. അധികം പഠിച്ചിട്ടൊന്നുമില്ല, അധികം വിദ്യാഭ്യാസമൊന്നുമില്ല. ഭർത്താവ് സമ്പന്നനാണ്, സൗകര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഭർത്താവിൻ്റെ അവിഹിതമായ ബന്ധങ്ങൾ, അതാണ് ഈ സഹോദരിക്ക് ഏറ്റവും വലിയ വിഷമം. എന്നിട്ട് അവർ എൻ്റെ അടുത്ത് പറയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ എന്നെ കഫൻ ചെയ്യേണ്ട പുടവ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഞാനത് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്നും അത് നോക്കിക്കൊണ്ടാണ് എൻ്റെ ദിവസം തുടങ്ങാറുള്ളത്. എൻ്റെ ഭർത്താവ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? എന്ത് ഗ്യാരണ്ടിയാണ് നമുക്കുള്ളത്? ഞാൻ അദ്ദേഹത്തെ നന്നായി സ്നേഹിക്കുന്നുണ്ട്, നന്നായി പരിചരിക്കുന്നുണ്ട്, നന്നായി പരിഗണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 3-4 മക്കളെ ഞാൻ പോറ്റുന്നുണ്ട്. ഒന്നിലും ഞാൻ അയാൾക്കൊരു കുറവും വരുത്തിയിട്ടില്ല. എന്നിട്ടും അയാൾ എന്താ ചെയ്യുന്നത്? വേണ്ടാത്ത കാര്യത്തിന് പോവാണ്. എന്തിനാണ് അയാൾ പോകുന്നത്? അയാൾക്ക് അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഒരു വഖാറത്തില്ല, ഗൗരവമല്ല, പേടിയില്ല, ചിന്തല്ല. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഇത്തരം വാക്കുകൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ മതപരമായ ഒരു പഠനവും നടത്താത്ത സ്ത്രീകളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ എവിടെ നിൽക്കുന്നത്? ഇന്നിപ്പോൾ കേൾക്കുന്ന വിഷയം എന്താണ്? ഇൽമുള്ള, പാണ്ഡിത്യമുള്ള, കാര്യങ്ങളെക്കുറിച്ച് കാര്യബോധമുള്ള ആളുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ കേൾക്കുന്നത് അല്ലേ. ഒരു വിവരവും ഇല്ലാത്ത ആളുകൾ അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് കഫൻ ചെയ്യാനുള്ള പുടവ ഒരുക്കി കാത്തുക്കാണ്. പാണ്ഡിത്യമുണ്ട്, വിവരമുണ്ട്, ഇൽമുണ്ട്, ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലേക്ക് അധപ്പതിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഈ റിട്ടയർമെൻറ്റുമായി ചേർത്ത് നിൽക്കുമ്പോൾ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നുള്ള ആ വാക്ക് നമ്മൾ മറക്കരുത്. ഇപ്പം ഇന്നലെ എൻ്റെ കുടുംബത്തിൽ 2 മരണങ്ങൾ, ഒരു സഹോദരിയും സഹോദരനും 1 മണിക്കൂറിൻ്റെ ഡിഫറൻസിലാണ് മരണപ്പെട്ടത്. ഇത്രയേ ഉള്ളൂ നമ്മളെ കഥ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ മുമ്പ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ടോട്ടൽ സ്പാൻ ഓഫ് ലൈഫ് 60 വർഷമാണെങ്കിൽ ആ 60 വർഷത്തെ 365 ദിവസം കൊണ്ട് നമ്മൾ പെരുക്കുകയാണെങ്കിൽ, ഗുണിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 22,000 താഴെ ദിവസങ്ങളെ ഒരാൾക്കുള്ളൂ. 22,000 താഴെ. അപ്പോൾ അതിലിപ്പോൾ റിട്ടയേർഡ് ആവുന്ന ഒരാൾ 56 വയസ്സ് എന്ന് പറഞ്ഞാൽ ഇനി എത്ര 4 വർഷമേ ഉള്ളൂ അല്ലേ. എല്ലാവരും ഇങ്ങനെ തന്നെ അല്ലേ, ആർക്കും ഗ്യാരണ്ടി ഇല്ല. ഈ 4 വർഷത്തെ കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ കടിപിടി കൂടുന്നത്. പക, വിദ്വേഷം, വെറുപ്പ്, അസൂയ, കിബർ, ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മളങ്ങനെ ജീവിക്കുകയാണ് അല്ലേ. മരണപ്പെട്ട് കഴിഞ്ഞ് മയ്യത്ത് അവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ എല്ലാവരും പറയാണ് വിട്ടുവീഴ്ച ചെയ്യാനും മാപ്പാക്കാനും. അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ആണ് നമ്മൾ ഈ ചെയ്ത് തീർക്കേണ്ടത്. അപ്പോൾ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു ഉണർത്തലാണ് അല്ലേ. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ
വീഴ്ച വരുത്തിയിട്ടുള്ള പോരായ്മ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തിരുത്താനുള്ള അല്ലേ ഒരു സമയം കൂടിയായിട്ട് അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇൻഷാ അല്ലാ. വേറെ എന്തെങ്കിലും ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ടോ സർ, റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും? നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ സ്വാർത്ഥകളാവാതിരിക്കുക. സ്വാർത്ഥത, സ്വന്തം കാര്യം ചിന്താവാതെ. ചില മനുഷ്യന്മാരെങ്കിലും സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്, സമൂഹത്തിൻ്റെ എല്ലാ ബെനഫിറ്റ്സും അവർ ആസ്വദിക്കുന്നുണ്ട്, പക്ഷെ സമൂഹത്തിനൊന്നും കൊടുക്കുന്നില്ല. കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കില്ല. അന്നദാനത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പല തെറ്റുകളുടെയും പ്രായശ്ചിത്തം അന്നദാനമാണ്. അന്നദാനം വർദ്ധിപ്പിക്കണം നമ്മൾ എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത്, ഈ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ നന്മ. അത് ആളുകൾ അറിയാതെ അന്നം കൊടുക്കുക. കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ കണ്ടെത്തി അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ തട്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന അല്ലേ. ഇപ്പോൾ ഈ കിറ്റൊക്കെ നമ്മൾ റമദാനിൽ മാത്രം നടത്തേണ്ട പണിയല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളുകളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ തുറക്കും. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരാശയം, ഒരുപാട് ആളുകൾ കുടുംബത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കാനുള്ള ഉപകരണങ്ങൾ, പഠനോപകരണങ്ങൾ വാങ്ങാൻ അവരുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട വലിയൊരു നന്മയാണ് പുസ്തകങ്ങൾ, ബാഗ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൈസ അല്ല കൊടുക്കണ്ടേ, അത് വാങ്ങിയിട്ട് കൊടുക്കുക. ആ വീട്ടിൽ അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഒരു 10 നോട്ട്ബുക്ക് വാങ്ങി കൊടുക്കുക. അതവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു സന്തോഷം വളരെ വലുതാണ് അല്ലേ. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള ഒരു 10 കുടുംബത്തിന് ഒരു 10 കിറ്റ് കൊടുക്കാൻ വലിയ നയിപ്പൊന്നുമില്ല. നമ്മൾ വിചാരിച്ചാൽ ഒക്കെ നമ്മൾ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ചോദിച്ചാൽ തരാൻ പറ്റുന്ന ആളുകളുണ്ടാവും, പക്ഷേ ഇനീഷ്യേറ്റ് ചെയ്താൽ മതി. കിറ്റുകളും അങ്ങനെ തന്നെ. ഇപ്പോൾ ഷമീം സാറോ സഹദ് സാറോ ഒറ്റക്ക് ഇത് ചെയ്യണ്ട. തരാൻ കഴിവുള്ള ആളുകൾ പോക്കറ്റിൽ പണവുമായിട്ട് ഇരിക്കുന്നുണ്ട്. അവരൊന്ന് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, ഇഗ്നൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? വിശ്വസ്തരാണെങ്കിൽ നമ്മുടെ കയ്യിൽ അത് തരും, നമ്മളത് എത്തിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഈ നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യുന്ന ആളുകളായിട്ട് മാറണം. അതാണ് സാന്ദർഭികമായിട്ട് പറയാനുള്ളത്. അൽഹംദുലില്ലാ, ഒരുപാട് ക്രിയേറ്റീവായ ഐഡിയകളാണ് ഈ സ്നേഹക്കൂടിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റിട്ടയർ ചെയ്യുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ നമുക്കൊക്കെ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മേഖലകൾ ഇവിടെയുണ്ട്. സ്വന്തം കാര്യത്തിൻ്റെ അപ്പുറം നമ്മുടെ സമൂഹത്തിലെ കണ്ണികളായി ജീവിക്കുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്ക് അർഹരായ ആളുകളിലേക്ക് എത്താൻ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുക. അതിലുപരി ഓരോ ദിവസവും അത് എല്ലാവർക്കും ബോധ്യപ്പെടും. ഞാൻ എന്നോടാണ് ഈ പറയുന്നത്. നമ്മുടെ ഓരോ ദിവസങ്ങളും നമ്മുടെ മരണത്തിലേക്കുള്ള അടുപ്പമാണ്. ആ മരണത്തിലേക്ക് നമ്മൾ എന്തൊരുക്കി വെച്ചിട്ടുണ്ടെന്നൊരു ചോദ്യചിഹ്നവുമായിട്ടാവട്ടെ നമ്മുടെ ബാക്കിയുള്ള ജീവിതം. അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ ശിഷ്ട ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. പരലോകത്തിൽ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയൊക്കെ കടന്നു വന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ഖൈറും ബർക്കത്തും സന്തോഷവും നൽകുമാറാവട്ടെ. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. സയദ് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിനും നമുക്കും എല്ലാവർക്കും കൂടുതൽ അറിവുകൾ കരസ്ഥമാക്കാനും ഇതുപോലെയുള്ള മേഖലകളിലൊക്കെ അത് കൈമാറാനുള്ള അവസരം കൂടി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.